ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇന്ന് എന്ത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ എടുക്കണമെന്ന്. സത്യം പറയാമല്ലോ, ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെക്കുമ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഈ ഡ്രസ്സായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളിന്ന് ഹെയർ പാക്കാണ് ഇടാൻ പോണത്. അപ്പോൾ നമ്മളങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടത് ഫസ്റ്റായിട്ട് വേണ്ടത് മൈലാഞ്ചിയാണ്. അപ്പോൾ മൈലാഞ്ചി അരച്ച് വെച്ചിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഇത് ബാലൻസ് ആണ് കേട്ടോ. അപ്പം നമുക്കിത് കൊണ്ടൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് വേറെ 2 മെയിൻ ഇൻഗ്രീഡിയൻസും കൂടി വേണം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ നാടൻ മൈലാഞ്ചിയാണ് കേട്ടോ. അത് പൊന്നൂസിന് കയ്യിലിടാൻ വേണ്ടി അരച്ചതാണ്. അപ്പോൾ ഇത് ബാലൻസ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഹെയർ പാക്കായിട്ട് ഇടാൻ കുറേ നാളെ എണ്ണയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിലേക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് മുട്ടയാണ് ഗൈസ്, കോഴിമുട്ട. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇടണമെങ്കിൽ ഫുള്ളായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇതിൻ്റെ വൈറ്റ് മാത്രമായിട്ട് ഇടാം. പക്ഷേ ഇതിൻ്റെ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനൊക്കെ ഏറ്റവും നല്ലത് ഇതിൻ്റെ ആ ഒരു യെല്ലോ ഇല്ലേ, യെല്ലോ കളറ് ഉള്ളിലത്തെ ആ ഒരു മഞ്ഞക്കൊരു അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ട ഫുള്ളായിട്ട് ഇടണം, എന്നാലാണ് നമ്മുടെ മുടിയൊക്കെ പളപ്പള തിളങ്ങി അതുപോലെ മുടിയുടെ ആരോഗ്യത്തിലൊക്കെ ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇത് ഇടാം. പിന്നെ ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്, നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള സംഭവം തന്നെയാണ് കേട്ടോ. എന്താ കാണിച്ചു തരാം. ഇത് പൊട്ടിക്കണം. ഒരു സ്പൂൺ എടുക്കട്ടെ. ആകെ തവിട്ട് പൊടിയായിട്ടോ ശരിക്കും. ഇൻഗ്രീഡിയൻസ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയണത് ചോറാണ് ഗൈസ്. അപ്പോൾ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. 2 3 4 5 സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഈ മൈലാഞ്ചി ശരിക്കും അങ്ങോട്ട് അരഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിതിനി നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പം ആ മിക്സി ജാറ് നന്നായി കഴുകിയെടുക്കുക. നമ്മുടെ വീട്ടിൽ മുളകൊക്കെ അരക്കുന്നതായിരിക്കാം. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ എപ്പോഴും മുളക് അരച്ചിട്ട് എൻ്റെ അമ്മ ശരിക്കും അങ്ങോട്ട് സോപ്പിട്ട് കഴുകുക, എന്നാലും ശരിക്കും അങ്ങോട്ട് എരിവ് പോകാറില്ല കേട്ടോ. അപ്പം ഞാൻ നാളെ ദിവസം ജ്യൂസ് അടിച്ചപ്പോൾ ഇതുപോലെ എനിക്ക് എരിഞ്ഞു, എൻ്റെ ജ്യൂസിന് എരിവുണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറണ്ട് പോവാന്നറിയില്ല, ഒരു പ്രാവശ്യം പോയിട്ട് ഇപ്പോൾ വന്നുള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് കിട്ടണം കേട്ടോ. അപ്പം ഞാനതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആ പാക്ക് നല്ല രീതിയിൽ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇതൊരു 1 മാസത്തിൽ നമുക്ക് 2 ആഴ്ചയൊക്കെ ഇടവിട്ട് ചെയ്യാം കേട്ടോ. നല്ല റിസൾട്ട് നൽകുന്ന ഒരു ഹെയർ പാക്കാണ്. ഞാനൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഹെന്ന ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പണ്ട്. ഇപ്പോൾ അതിനുള്ള ടൈം കിട്ടാറില്ല. നമ്മൾ കുട്ടികളുടെ മക്കളൊക്കെ ആയപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുന്ന കാരണം അതിനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ ചെടിമെന്ന് കിട്ടുന്ന ആ ഒരു മൈലാഞ്ചിലിയിൽ അതാണ് കേട്ടോ. അല്ലാണ്ട് ഹെന്ന പൗഡർ വാങ്ങിയിട്ടല്ല. ഹെന്ന പൗഡർ വാങ്ങിയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ ഇപ്പോൾ കിട്ടാൻ മാർഗ്ഗമില്ലാത്തവർക്ക്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് കേട്ടോ. നമ്മുടെ മുടി നല്ല കരുത്തോടെ വളരാണ്. അത് ശരിക്കും പറഞ്ഞൊരു പ്രോട്ടീനാണ് നമുക്ക് മുടിയിലേക്ക്. നമ്മൾ തീരെ ഇപ്പം മുടി വളരാണ്ടൊക്കെ ഇരിക്കുന്നവർ ഹെന്നയൊക്കെ മാസത്തിലൊരിക്കലോ ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി നന്നായി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ്. അതുപോലെ ഇതിൽ ചേർക്കണ മുട്ടയായിക്കോട്ടെ, ചോറായിക്കോട്ടെ. ചോറൊക്കെ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ നല്ലതാണ്. അതുപോലെ ചോറിൻ്റെ പകരം നമുക്ക് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് അരച്ചെടുക്കില്ല നമ്മൾ. അപ്പോൾ ആ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ എഗ് വൈറ്റ് ആയാലത് ഞാൻ ഒരു എഗ്ഗ് ഫുൾ എടുത്തു. നമുക്ക് എഗ്ഗിൻ്റെ ഷാമ്പു ഒക്കെ വാങ്ങാൻ കിട്ടും. നല്ലൊരു പ്രോട്ടീനാണ് കേട്ടോ ഈ എഗ്ഗ് എന്ന് പറയുമ്പോൾ. മാസത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമ്മുടെ മുടിയിൽ വെറുതെ ഇടുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. എഗ്ഗും ഏലവരയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് തലയിൽ പറ്റിക്കഴിഞ്ഞാൽ മുടി നല്ല സിൽക്കി ആയിട്ട് നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും. മുടിക്ക് നല്ല വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം തലയിൽ വെക്കുന്നുള്ളൂ, കാരണം അധികം നേരം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നീരിറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് പറ്റാണത്ര ടൈം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഹെയർ വെറുതെയാണ് ഞാൻ വാഷ് ചെയ്യുന്നുള്ളൂ. ഷാമ്പു ഇട്ട് വേണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാം. ഞാൻ വെറുതെ വാഷ് ചെയ്യണുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതാണ് അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. ഞാൻ കുറച്ച് എണ്ണമായി എൻ്റെ തലയിൽ തൊട്ട് പറ്റിയ കാരണമാണ് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല സിറോ മറ്റോ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.